വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ദുരന്തബാധിതർ ആശങ്കകൾക്കിടയില്ലാത്ത വിധം ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സർക്കാർ മാസം തോറും നൽകി വരുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോഴും മുടക്കമില്ലാതെ ലഭിക്കുന്നുണ്ടെന്നും ദുരന്തബാധിതർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ടൗൺഷിപ്പിൽ നിന്നും ലിൻഡോ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളും കൽപ്പറ്റ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമെല്ലാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്നും ദുരന്തബാധിതർ പലതരത്തിലുള്ള ആശങ്കകൾ നേരിടുന്നുവെന്നും ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ദുരന്തബാധിതരോട് തന്നെ ഇതിൻ്റെ പ്രതികരണങ്ങൾ തേടാം. അല്ല, ഇത് കുറേ രാശിയാണ്. നിലവിൽ വന്ന ഗുണഭോക്തൃ പട്ടികയിലുള്ള മുഴുവൻ ആളുകൾക്കുള്ള വീട് 327 വീടാണ്. അപ്പോൾ 150ഓളം വീട് ഇനി പണി നടക്കുന്നുണ്ട്. ഇവിടെ 178 കഴിഞ്ഞിട്ട് 150ഓളം വീടും കൂടെ ഞങ്ങളെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളെ അയൽവാസികൾ, അല്ലെങ്കിൽ ഞങ്ങളെ സുഹൃത്തുക്കൾ, ഞങ്ങളെ നാട്ടുകാർ, അവർക്ക് വേണ്ടി. അപ്പോൾ അവരതും കൂടെ ആയിട്ട് ഒരുമിച്ച് കൂടാന്നുള്ള ഇതിലാണ് ഞങ്ങൾക്ക് അതാണ് സന്തോഷവും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചർച്ച കൊണ്ടുവന്ന് അതിലൊരു രാഷ്ട്രീയം വന്നു. ഇലക്ഷനല്ലേ, സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ സർക്കാർ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട്. കാരണം ഈ ഞങ്ങളിപ്പോൾ സർക്കാർ തരുന്ന പൈസയും കൂടെ ജീവിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ തന്നെ വീട് ലഭിച്ച ആളാണല്ലോ ചേട്ടൻ. എത്ര നമ്പർ വീടാണ് ലഭിച്ചത്? എൻ്റെ ഫസ്റ്റ് സോണിൽ D38 ആണ് വീട്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പം പിന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ സമയത്ത് ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിരുന്നില്ല. അതായത് അതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ടൈലിടുന്ന പണികളും വയറിങ്ങും അടക്കമുള്ള പണികൾ അതിൽ ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വന്ന് നോക്കുമ്പോഴും ഇന്നിപ്പോൾ ഞാൻ പോയി നോക്കി. ഇന്നും പോയി നോക്കുമ്പോഴും ആ വീടിൻ്റെ ഏതാണ്ട് കോമ്പൗണ്ട് വോളോ ഒഴിച്ച് ബാക്കിയെല്ലാ പണിയും അതിൻ്റെ അകത്ത് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ പണി വളരെ സ്പീഡായി നടക്കുന്നുണ്ട്. കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ അത്രയ്ക്കും കൃത്യമായി ചെയ്യുന്ന അതിന് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളുണ്ട്. അത് നമുക്ക് ഈ ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇലക്ഷന് വരുമ്പോൾ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുതലെടുപ്പ് മാത്രമാണ് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നിലെന്നാണ് ദുരന്തബാധിതർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ അവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അവർ പൂർണ്ണമായും സംതൃപ്തരാണ്. ഒപ്പം സർക്കാർ നൽകി വരുന്ന ദിനപത്രയും വാടകയും അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നും ദുരന്തബാധിതർ നമ്മളോട് പറയുന്നു. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.